ഇന്നത്തെ നമ്മുടെ വീഡിയോ വെയിറ്റ് ലോസും ഫാറ്റ് ലോസും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത് ഒത്തിരി ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൽ കൂടുതൽ ഫുഡ് റിലേറ്റഡ്, ഡയറ്റ് റിലേറ്റഡ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. കാര്യം ഞാൻ പഠിച്ചത് അതാണ്. എനിക്ക് അതേ വീഡിയോ ചെയ്യാൻ അറിയത്തുള്ളൂ. അപ്പോൾ വെയിറ്റ് ലോസ് ആണോ ഫാറ്റ് ലോസ് ആണോ നല്ലത്? ഇത് സ്ഥിരം ഒരു ഡൗട്ടാണ്. പിന്നെ ചില ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്, അതിന് വെയിറ്റ് ഒട്ടും കുറഞ്ഞില്ല, പക്ഷെ ഇഞ്ചസ് കുറഞ്ഞുണ്ടോ, ഡ്രസ്സ് ലൂസായി, പക്ഷെ വെയിറ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ വേറെ ചില ആൾക്കാരുടെ പ്രശ്നം എല്ലാവർക്കും തന്നെ ഉള്ളതാണ്, രാവിലെ ഒരു വെയിറ്റ് ആണ്, വൈകിട്ടാകുമ്പോഴത്തേക്കും വേറൊരു വെയിറ്റ്. അങ്ങനെ കുറെ ആൾക്കാർക്ക് കൺഫ്യൂഷൻസ് വരാറുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു കാരണം നമ്മുടെ ഓവറോൾ ബോഡി വെയിറ്റ്, അത് നമ്മൾ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഓവറോൾ ബോഡി വെയിറ്റിനാണ് നമ്മൾ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ഫാറ്റിന്റെ വെയിറ്റ് വരും, മസിലിന്റെ വെയിറ്റ് വരും, വാട്ടർ വെയിറ്റ് വരും. ഇതിൽ വാട്ടർ വെയിറ്റ് ആണ് നമ്മുടെ ബോഡിയിൽ കൂടുതൽ. നമ്മുടെ മൊത്തം ബോഡിയിൽ ഏറെക്കുറെ ഒരു 60% നമുക്ക് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ, ഒരു ഡയറ്റ് എടുക്കുമ്പോൾ ആദ്യം ഏറ്റവും പെട്ടെന്ന് നമ്മൾക്ക് കുറയ്ക്കാൻ എളുപ്പമുള്ള ഒന്നാണ് വാട്ടർ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 60% അതിന് മുകളിൽ വാട്ടർ ആയതുകൊണ്ട് ഏറ്റവും എളുപ്പം കുറയുന്നതും കുറയ്ക്കാൻ പറ്റുന്നതും വാട്ടർ വെയിറ്റ് ആണ്. വാട്ടർ വെയിറ്റ് കുറച്ചത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, കാരണം അത് തിരിച്ചു വരാൻ പോകാം, അങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കുന്ന ഒന്നാണ്. ഇനി മസിൽ വെയിറ്റ് ആണ് നമുക്ക് നഷ്ടപ്പെടുന്നതെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒട്ടും നല്ലതല്ല മസിൽ നഷ്ടപ്പെടുന്നത്. അടുത്തതായിട്ടൊന്നാണ് ഫാറ്റ് ലോസ്. നമ്മുടെ ഈ 3 കാര്യങ്ങൾ കൂടുന്നതാണ് ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും നല്ല ഒന്നാണ് ഫാറ്റ് ലോസ് എന്ന് പറയുന്നത്. ഫാറ്റ് ലോസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആ പോയ ഫാറ്റ് തിരിച്ചു വരത്തില്ല. നമ്മൾക്കൊരു വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരുന്ന ആ ഒരു വെയിറ്റ് വാട്ടർ വെയിറ്റ് ആണ്. അപ്പോൾ വാട്ടർ വെയിറ്റ് എങ്ങനെ കുറയ്ക്കാം, അത് എന്തുകൊണ്ട് കുറയുന്നു, എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. കാര്യം ഇത് ഒത്തിരി നീണ്ടു പോകുന്നതുകൊണ്ടാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വാട്ടർ വെയിറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം നമ്മുടെ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നതാണ്. കാർബോഹൈഡ്രേറ്റ് പക്ഷേ കംപ്ലീറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്ത് നമ്മളൊരു ഡയറ്റ് ചെയ്തു. അപ്പൊ സപ്പോസ് ഒരു എഗ് ഡയറ്റ് ചെയ്തു, നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞു. കാര്യം നമ്മുടെ വാട്ടർ വെയിറ്റ് പെട്ടെന്ന് കുറയും. അതിനുശേഷം നമ്മൾ വീണ്ടും അടുത്ത ദിവസം ചോറ് കഴിച്ചപ്പോൾ ആ വെയിറ്റ് തിരിച്ചു വരും. അങ്ങനെയാണ് ഈ വാട്ടർ വെയിറ്റ് കുറഞ്ഞ് തിരിച്ചു വരുന്നത്. ക്രാഷ് ഡയറ്റുകൾ എടുക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ആദ്യം കുറയുന്നത് നമ്മുടെ വാട്ടർ വെയിറ്റ് ആണ്. ഇനി നിങ്ങൾ ഒരു ക്രാഷ് ഡയറ്റ് അല്ല എടുക്കുന്നത്, സ്വന്തമായി ഒരു കുറേ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട്, ലേഡീസിന് മിനിമം ഒരു 1200 കലോറി വേണം. ഞാൻ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ആണുങ്ങൾക്ക് ഒരു 1500 കലോറി എങ്കിലും നമ്മുടെ ഡയറ്റിൽ ഫുഡ് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ 1200 പോയി 1000 കഴിഞ്ഞ് ഒരു 800 കലോറി ഡയറ്റ്, നമുക്ക് ഒത്തിരി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പട്ടിണി കിടന്ന് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുമ്പോൾ വളരെ കലോറി റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഡയറ്റ്, ഒരു കലോറി ഒത്തിരി കലോറി കുറച്ച് കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബോഡിക്ക് കിട്ടേണ്ട വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീന് കിട്ടത്തില്ല. പ്രോട്ടീൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ പ്രോട്ടീൻ നന്നായി കുറഞ്ഞിരിക്കുന്നു. നമ്മൾ 800 കലോറിയുടെ ഒരു ഡയറ്റാണ് കഴിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വാട്ടർ വെയിറ്റ് മാത്രമല്ല, നിങ്ങളുടെ മസിൽ വെയിറ്റും കൂടെ നഷ്ടപ്പെടും. നമ്മുടെ ബോഡിക്ക് നല്ലതല്ല മസിൽ വെയിറ്റ് നഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് ഫാറ്റ് ലോസിനേക്കാൾ കൂടുതൽ അപ്പോൾ സംഭവിക്കുന്നത് വാട്ടർ വെയിറ്റ് കുറയും, അതുപോലെ മസിൽ വെയിറ്റ് ഒക്കെയാണ് കുറയുന്നത്. നമ്മുടെ ബോഡിക്ക് എപ്പോഴും ഫാറ്റ് ലോസ്, ലിപ്പോലൈസിസ് എന്നൊരു പ്രോസസ് ഉണ്ട്, അത് നടക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നിങ്ങളിപ്പോൾ വെയിറ്റ് കുറഞ്ഞു, അല്ല ഒരു ഡയറ്റ് എടുത്തു, വെയിറ്റ് കുറഞ്ഞില്ല, പക്ഷെ ഡ്രസ്സ് ലൂസായി, ഇഞ്ച് ലൂസായുണ്ട് അന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് ഇരിക്കേണ്ട. കാര്യം നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് നിങ്ങളുടെ ഡ്രസ്സിന്റെ ഇഞ്ച് കുറയുന്നത്. നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾക്ക് പഴയ ഡ്രസ്സൊക്കെ ഇടാൻ പറ്റുന്നത്, ഡ്രസ്സ് ലൂസ് ആകുന്നത്. ഇഞ്ച് ലോസ് ആണ് ഏറ്റവും നല്ലത്. ഇഞ്ച് ലോസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആ ഫാറ്റ് ലോസ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എത്ര ഫാറ്റ് ഉണ്ട്, എത്ര ഫാറ്റ് പെർസെൻറ്റേജ് എങ്ങനെയാണ് കാണേണ്ടത് എന്നൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ കൊടുക്കാം. നിങ്ങൾക്ക് ആ മെത്തേഡിലൂടെ നിങ്ങളുടെ ബോഡിയിൽ എത്രത്തോളം ഫാറ്റ് ഉണ്ട്, നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ഫാറ്റ് ലോസിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ കലോറി കുറയ്ക്കുക. നമുക്ക് ഒരു 2000 അല്ലെ ഒരു 3000 കലോറി കഴിക്കുന്ന ഒരാൾ കലോറി കുറയ്ക്കുക, ഒരു 2000-ന് താഴെ കലോറി ഫുഡ് എടുക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുക. എന്തിനാണ് ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുന്നത്? നമുക്ക് വേണ്ട പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ഡയറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മുടി പൊഴിച്ചിൽ കൂടുന്നു, കാര്യം അറിയത്തില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? തലയിന് പുറമെ എന്തെങ്കിലും തേച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിലുപരി നമ്മൾ കഴിക്കുന്നത് എന്താണ്, അതാണ്
മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ നിങ്ങളുടെ നഖം പൊട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബോഡി പെയിൻ ആണ്, എപ്പോഴും ക്ഷീണമാണ്, കണ്ണിന്റെ താഴെ കറുപ്പ് വരുന്നു, അങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് എല്ലാം തന്നെ നമ്മുടെ ഡയറ്റ്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുക, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന്റെ കാരണം അന്വേഷിച്ച് നടക്കേണ്ടി വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മുടി കൊഴിയുന്നു, അപ്പോൾ മുടി കൊഴിച്ചിലിന്റെ കാരണം കണ്ടുപിടിക്കാൻ നടക്കും, ഡോക്ടറെ കാണും, സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണും, ഓരോ സ്ഥലത്തോട് കൂടി നടക്കും, ഓരോന്ന് തേക്കും, ഓരോന്ന് കഴിക്കും. പക്ഷേ നിങ്ങൾ കഴിക്കുന്ന ഡയറ്റ് ബാലൻസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ നല്ല ആഹാരശീലം, നല്ല ആഹാരം കഴിക്കുക. അത് ഒരു മുടി കൊഴിച്ചിലിന് മാത്രമല്ല, നഖം പൊട്ടാണ്ടിരിക്കുന്നതിന്, നല്ല സ്കിന്നിന് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ബോഡിക്ക് വേണ്ട വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ഡയറ്റിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ എടുക്കുക. വെയിറ്റ് കുറയ്ക്കുമ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ ന്യൂട്രിയൻസ് നിങ്ങളുടെ ഡയറ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡ് ഇഫക്ട്സ് വരത്തില്ല. ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും ഈ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി വരേണ്ടി വരും. നിങ്ങൾക്ക് ബാലൻസ്ഡ് ഡയറ്റാണ് നോക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ 2-3 ചലഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഏതെങ്കിലും ഒരു ഡയറ്റ് പ്ലാൻ എടുത്ത് ഒരു മാസം ചെയ്തു നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാകും. പിന്നെ വാട്ടർ വെയിറ്റ് ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് കുറയ്ക്കേണ്ടത് എങ്കിൽ നിങ്ങൾ കലോറി റെസ്ട്രിക്ട് ചെയ്യുക, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കുറച്ചൊരു ഡയറ്റ് എടുക്കുക. അങ്ങനെ കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ കുറയ്ക്കുകയെന്ന് വിചാരിക്കുക. ഒരു ക്രാഷ് ഡയറ്റ് എടുത്തു വാട്ടർ വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് ആ ഒരു ക്രാഷ് ഡയറ്റ് ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നെങ്കിലും നമ്മൾ ഈ വേറെ കാര്യങ്ങൾ, നമ്മുടെ പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണങ്ങൾ കഴിക്കേണ്ടി വരുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തിരിച്ചു വരുന്നതിന്റെ കാര്യം അതാണ്, വാട്ടർ വെയിറ്റ് ആണ് കുറയുന്നത്. അപ്പോൾ നമുക്കൊരു നല്ല ഡയറ്റ് എന്ന് പറയുന്ന ഒരു ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് കണ്ടിന്യൂസ് ഫോളോ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് വെയിറ്റ് സ്റ്റക്ക് ആവുന്ന സമയത്ത് ഒരു ക്രാഷ് ഡയറ്റ് എടുത്ത് ആ വെയിറ്റ് ലോസ് സ്റ്റക്കൊക്കെ ഒന്ന് മാറ്റാം. പക്ഷേ കണ്ടിന്യൂസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതല്ല ക്രാഷ് ഡയറ്റുകൾ. നമ്മൾ എപ്പോഴും ഡയറ്റ് എടുക്കുമ്പോൾ നമുക്ക് ലൈഫ് ലോങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് എടുക്കുക. അല്ലെങ്കിൽ ഒന്ന് കുറയും തിരിച്ചു വരും, കുറയും തിരിച്ചു വരും, നമുക്ക് വാട്ടർ വെയിറ്റ് ആയിരിക്കും കുറയുന്നത്. അപ്പോൾ ഫാറ്റ് ലോസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് ബാലൻസ്ഡ് ഡയറ്റ് ആക്കുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വർക്കൗട്ട് ചെയ്യുക. ഇഞ്ചസ് ലോസ് ഉണ്ടാകുന്നതിനും ഫാറ്റ് ലോസ് ഉണ്ടാകുന്നതിനും ഒക്കെ നമുക്ക് വർക്കൗട്ട് വേണം. അത് വെറുതെ കുറച്ചു നേരം നടന്നത് കൊണ്ട് വർക്കൗട്ട് ആവുന്നില്ല. കുറച്ച് വെയിറ്റ് ട്രെയിനിങ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട്, കുറച്ചും കൂടെ എനർജി ബേൺ ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസും കൂടെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് കുറഞ്ഞില്ല, ഇഞ്ച് കുറഞ്ഞു, അല്ലെങ്കിൽ ഡ്രസ്സ് ലൂസായി എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടേണ്ട. ഫാറ്റ് ലോസ് ആണ് നമ്മൾക്ക് എപ്പോഴും നല്ലത്. ഓവറോൾ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് വാട്ടർ വെയിറ്റ്, മസിൽ വെയിറ്റ്, ഫാറ്റ്, ഇത് 3 കൂടെ വരുന്നതാണ്. ഇതിൽ ഏറ്റവും നല്ലത് ഫാറ്റ് ലോസ് ആണ്. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.